നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് കെ.സി. വേണുഗോപാൽ. റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ UDF കഠിന പരിശ്രമത്തിൽ. വോട്ട് ചോദിക്കും മുൻപ് വയനാട്ടുകാരോട് രാഹുൽ മാപ്പ് ചോദിക്കുമോ? ലഘുലേഖയുമായി 1 ലക്ഷം LDF പ്രവർത്തകർ വീടുകൾ കയറും. LDF-ഉം UDF-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളെന്ന് തുഷാർ വെള്ളാപ്പള്ളി. വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് AHP. മേപ്പാടി വിത്തുകാട് ഭൂസമര കേന്ദ്രത്തിൽ മരം വീണ വീട് തകർന്നു. ചെരുപ്പ് തുന്നുന്നവർക്ക് ഏകീകൃത പുനരധിവാസ മേഖല. മാനന്തവാടി നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയായി. മുത്തങ്ങയിൽ 18,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പെരുമ്പാവൂർ സ്വദേശി സുബൈർ കസ്റ്റഡിയിൽ. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭ 2019 തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ. നരേന്ദ്രമോദിക്കെതിരായ ജനവികാരം പ്രകടമാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്നും ദാരിദ്ര്യത്തിനെതിരായ യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളതെന്നും കെ.സി. വേണുഗോപാൽ കൽപ്പറ്റയിൽ പറഞ്ഞു. റഫാൽ ഇടപാടിൽ കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. മോദിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. സുപ്രീംകോടതി വിധിയോടെ പ്രതിരോധത്തിലായ നേതാവായി നരേന്ദ്രമോദി മാറിയെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വയനാടിനെ പറ്റിയുള്ള അമിത്ഷായുടെ പരാമർശം കേരളത്തെ ആകെ അപമാനിക്കുന്നതാണെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലെ രാജ്യസ്നേഹവും ദേശസ്നേഹപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും വിട്ടുവീഴ്ച രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് ചെറുപ്പക്കാരുടെ തൊഴിലിന് വേണ്ടി അവർ കരയുമ്പോൾ, കൃഷിക്കാരൻ അവന്റെ കഷ്ടപ്പാടുകളെ വേദനിച്ച് വിതുമ്പുമ്പോൾ, അതുപോലെ സ്ത്രീകളും കുട്ടികളും അടക്കം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും പീഡനം അനുഭവിച്ച് ബുദ്ധിമുട്ടുമ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കു വഴിയാണ് ഈ വിഷപ്രചരണം. അതൊന്നും ചെലവാകാൻ പോകുന്നില്ല. ഈ 2 പേരും നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന ഈ സർക്കസ് ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോവില്ല എന്നൊരു സംശയം വേണ്ട. പക്ഷെ എനിക്ക് കേരളത്തോട് കാര്യം പറയാനുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കേരളത്തോടുള്ള നഗ്നമായ അപമാനമാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി ഇതുവരെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നടത്തി. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. AICC സെക്രട്ടറി മുകുൾ വാസനിക് മുഖ്യാതിഥിയായിരുന്നു. AICC നിരീക്ഷകൻ KV തങ്കബാലു, KPCC നിരീക്ഷക ലാലി വിൻസെന്റ്, IC ബാലകൃഷ്ണൻ MLA, PPA കരീം, MC സെബാസ്റ്റ്യൻ, PK ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തുന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ തീരുമാനം വൻ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്. വെള്ളമുണ്ട പഞ്ചായത്ത് UDF വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആസിയ മൊയ്തു അധ്യക്ഷയായിരുന്നു. വനിതാ ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻമന്ത്രി PK ജയലക്ഷ്മി, ചിന്നമ്മ ജോസ്, കമൽ ലൈല, മാർഗരറ്റ് തോമസ്, P തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയെയും ഭരണകൂടത്തെയും ഉണ്ടാക്കേണ്ട നട്ടുകളും ബോൾട്ടുകളുമാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നത് കൂടി വന്ന 50 60 പേരുണ്ടാവും. ഒപ്പിട്ടോ, മനസ്സിലായോ? നിങ്ങൾ വിചാരിച്ചാൽ ഇപ്പൊ 80 പേരുണ്ടല്ലോ. ഒരാള് 100 വോട്ട് പിടിക്കും. എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി 100 വോട്ട് പിടിക്കുമെന്ന് വിചാരിച്ചാൽ. വ്യത്യസ്തമാർന്ന തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി UDF ബത്തേരി മുനിസിപ്പൽ കമ്മിറ്റി. ചെണ്ടമേളത്തിന്റെയും തെയ്യത്തിന്റെയും അകമ്പടിയോടെ ഗാന്ധി വേഷമണിഞ്ഞാണ് പ്രചരണം. രാഹുൽ ഗാന്ധിയുടെ വിജയമല്ല, ഭൂരിപക്ഷമാണ് പ്രധാനമെന്ന നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വ്യത്യസ്തമാർന്ന രീതിയാണ് ബത്തേരി UDF മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ നടത്തുന്നത്.
ചെണ്ടമേളത്തിന്റെയും തെയ്യത്തിന്റെയും അകമ്പടിയോടെയാണ് പ്രചരണം. കോൺഗ്രസ് നേതാവ് കുന്നത്ത് അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് പ്രചരണ പരിപാടികൾ. ഗാന്ധിവേഷമണിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർമാരോടുള്ള അഭ്യർത്ഥന വോട്ടർമാർക്ക് നൽകിയാണ് പ്രചരണം. കച്ചവട സ്ഥാപനങ്ങളിലും യാത്രാവാഹനങ്ങളിലും കയറിയിറങ്ങി വോട്ട് ചോദിക്കുകയാണിവർ. രാഹുൽ ഗാന്ധിയുടെ വെറും വിജയമല്ല, മറിച്ച് ഭൂരിപക്ഷം കൂട്ടാനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എല്ലാവരും സന്നദ്ധ പ്രകടിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തം ഓരോ ആളുകളും, ഇന്ത്യയിലെ ഓരോ പൗരനും ഏറ്റെടുത്തുകൊണ്ട് ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഓരോ പൗരന്മാരും ഈ പ്രചരണ പരിപാടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായ വിജയമാണ്. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ, ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ അവരുടെ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓരോ UDF പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകണമെന്നുള്ള സന്ദേശവും പ്രചരണത്തിൽ നൽകുന്നുണ്ട്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വയനാട് മണ്ഡലത്തിൽ UDFന്റെ ഊർജിത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ഈ മാസം 17-ന് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ജില്ലയിൽ എത്തുന്നതിനു പുറമെ 20-ന് പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തും. ഓരോ നിയോജകമണ്ഡലത്തിലും ദേശീയ നേതൃത്വം ടാർജറ്റ് ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടാനുള്ള ഊർജിത പ്രവർത്തനമാണ് UDF നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തി. മണ്ഡലത്തിൽ നിന്നും 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം വേണമെന്നാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇതിനായി ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ലഭിക്കേണ്ട ഭൂരിപക്ഷം വോട്ടിന്റെ ടാർജറ്റും നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചരണം കൊഴുപ്പിക്കാനാണ് നീക്കം. ഈ മാസം 17-ന് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ജില്ലയിൽ വീണ്ടും എത്തും. ബത്തേരിയിൽ റോഡ് ഷോയും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഇതിനു പുറമെ പ്രിയങ്ക ഗാന്ധിയും ഈ മാസം 20-ന് ജില്ലയിൽ എത്തുമെന്നാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വോട്ട് ചോദിക്കും മുൻപ് വയനാട്ടുകാരോട് മാപ്പ് ചോദിക്കുമോ എന്ന ലഘുലേഖയുമായി ഏപ്രിൽ 14-ന് രാവിലെ 8 മണി മുതൽ 11 മണി വരെ 15,000 സ്ക്വാഡുകൾ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളും കടകളും സന്ദർശിക്കുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ചോദ്യങ്ങളാണ് ലഘുലേഖയുടെ ഉള്ളടക്കം. ഈ മെഗാ സ്ക്വാഡ് പ്രവർത്തനത്തിൽ LDF പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ. ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നവരുമാണ്. അടിയന്തരാവസ്ഥ കാലത്തെ UDF സർക്കാരാണ് ഭൂമി ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. 2016-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ ഭൂമി തിരിച്ചദ്ദേഹത്തിന് കൊടുത്തു, നികുതി സ്വീകരിച്ചു. ഒരു സംഘടന വൺ ലൈഫ് വൺ എർത്ത് എന്ന് പറഞ്ഞ പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചു. അത് റദ്ദാക്കി. ആ കേസ് ദുർബലപ്പെടാൻ കഴിയാവുന്ന രീതിയിലേക്ക് പിന്നീട് ഒരു ഉത്തരവിറക്കുന്നത് 2013 ഒക്ടോബർ 21-ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴാണ് വീണ്ടും റീനോട്ടിഫിക്കേഷൻ വരുന്നത് വനഭൂമി തന്നെയാണെന്ന്. എന്തിനാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയത്? അതിന് UDF ആണല്ലേ മറുപടി പറയുന്നത്, ഞങ്ങളാണ്. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ 3ാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം മേപ്പാടി എരുമക്കൊല്ലിയിൽ സമാപിച്ചു. എരുമക്കൊല്ലി 1ാം നമ്പറിലായിരുന്നു സമാപനം. മേപ്പാടി പഞ്ചായത്തിലെ ആനപ്പാറ, കുന്നമ്പറ്റ, ഓടത്തോട് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമായിരുന്നു എരുമക്കൊല്ലിയിലെ സമാപനം. സന്തോഷ് അധ്യക്ഷനായിരുന്നു. പ്രമോദ്, ഭരതൻ എന്നിവർ സംസാരിച്ചു. ആകാശത്തൂടെ പോകുന്ന ആൾ നോക്കി വോട്ട് ചെയ്താൽ അടുത്ത 5 വർഷക്കാലവും വയനാട്ടിലെ ജനങ്ങൾ ആകാശത്തേക്ക് തന്നെ നോക്കിയിരിക്കേണ്ടി വരും. ഒരു കാര്യവും ഭൂമിയിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്തരമൊരവസ്ഥ വേണോ വേണ്ടോ എന്നാണ് നമ്മൾ കോൺഗ്രസ്സുകാരോട് നല്ല സൗഹൃദത്തിൽ ചോദിക്കുന്നത്. 10 വർഷം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്താണ് നഷ്ടപ്പെടാൻ ബാക്കിയുള്ളത്? കിട്ടിയ അവസരത്തിൽ ഈ ഭൂമിയെ, ഈ വയനാടിനെ പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തി വീണ്ടും വീണ്ടും അവസരം ചോദിച്ചു വരികയാണ്. കേരളത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണോ അഖിലേന്ത്യയിൽ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നത്? അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ വന്നു നിന്ന് മത്സരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. യുവ കലാസാഹിതി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വെളിച്ചമേകാൻ ഹൃദയപക്ഷത്ത് അണിചേരുക, ഭരണഘടന, ജനാധിപത്യം, മതേതരത്വം, സാമൂഹ്യനീതി സംരക്ഷിക്കാൻ എന്നീ സന്ദേശമുയർത്തി നടത്തുന്ന കലാജാഥയ്ക്ക് മാനന്തവാടിയിൽ സ്വീകരണം നൽകി. മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ 100 കണക്കിന് പേരാണ് കാഴ്ചക്കാരായി എത്തിയത്. നോട്ട് നിരോധനം, കർഷക ആത്മഹത്യ, വിലവർദ്ധനവ്, പ്രളയസഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടുകൾ ഉൾക്കൊള്ളിച്ച സംഗീത നാടകം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോഴിക്കോട് യുവ കലാസാഹിതി നാടക ഗ്രാമമാണ് ജാഥയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. വയനാട് ജില്ലയിലെ പര്യടനം നാളെ വൈത്തിരിയിൽ സമാപിക്കും. VM പോൾ, MF ഫ്രാൻസിസ്, ജാഫർ എന്നിവർ നേതൃത്വം നൽകി.
ഈ വയനാട് ഈ നാട്ടിലും ലോകത്തിലും സംഭാവന ചെയ്തൊരു കരുത്തുണ്ട്. ഒരാളുടെ മുന്നിലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കരുത്തുണ്ട്. ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ പോലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കരുത്തുണ്ട്. ആ കരുത്ത് എവിടെ നിന്നെങ്കിലും വോട്ടോടി വന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത് എന്നാണ് ABVP പറയാനുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തുന്ന കലാജാഥയ്ക്ക് ബത്തേരിയിൽ സ്വീകരണം നൽകി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KM ഫ്രാൻസിസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രവ്യ ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലിജോ ജോണി, MS ഫെബിൻ, KY നിതിൻ തുടങ്ങിയവർ ജാഥയെ അനുഗമിച്ചു. ഞായറാഴ്ച തലപ്പുഴയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നാളെ പനമരത്ത് കലാജാഥ സമാപിക്കും. LDFും UDFും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെന്ന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് വോട്ട് തേടുന്നവർ ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മേപ്പാടിയിൽ NDA കൽപ്പറ്റ നിയോജകമണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൺവെൻഷൻ ആരംഭിച്ചത്. ആരോട രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PG ആനന്ദ്കുമാർ, പള്ളിയറ രാമൻ, PR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനു ശേഷം മേപ്പാടി ടൗണിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. വയനാട് വിഷൻ മേപ്പാടി. വിശ്വാസ സംരക്ഷണവും വയനാടിന്റെ സമഗ്ര വികസനവും ഉറപ്പു നൽകുന്നവരെ പിന്തുണയ്ക്കുമെന്ന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ കൽപ്പറ്റ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തിയവരെയും ഹൈന്ദവ വിരുദ്ധരുമായ ആളുകളെ പരാജയപ്പെടുത്തുന്നതിനും വിശ്വാസ സംരക്ഷണത്തിന് ആത്മാർത്ഥതയോടെ ത്യാഗം ചെയ്തവരെയും സംരക്ഷണത്തിനു വേണ്ടി പോരാടിയവരെയും പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കേണ്ട എന്ന ഇതിനു മുമ്പ് എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ പാർലമെന്റ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴ് രാഷ്ട്രീയ നിർമ്മാണത്തിൽ എന്ന അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മുത്തങ്ങയിൽ വാഹന പരിശോധനയ്ക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നത്തിന്റെ വൻ ശേഖരം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് പച്ചക്കറി ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഹാൻസ് എക്സൈസ് പിടികൂടിയത്. 18,000 പാക്കറ്റ് ഹാൻസ് ആണ് പിടികൂടിയത്. ഇതിന് ഓപ്പൺ മാർക്കറ്റിൽ 9 ലക്ഷം രൂപ വിലമതിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് വാഹന ഡ്രൈവറും പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശിയുമായ സുബേറിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഓടിച്ചിരുന്ന പിക്കപ്പ് ജീപ്പിൽ പച്ചക്കറി ചാക്കുകൾക്കിടയിൽ നിന്നാണ് ഹാൻസ് കണ്ടെത്തിയത്. മൈസൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്കാണ് ഹാൻസ് കൊണ്ടുപോകുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ സുബൈർ പറഞ്ഞു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TM മജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ശക്തമായ കാറ്റിലും മഴയിലും വൻമരം പൊട്ടിവീണ മേപ്പാടി വിത്തുകാട് ഭൂസമര കേന്ദ്രത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. കൂലിപ്പണിക്കാരനായ ഐനിക്കണ്ടി മനോജ് സീതാ ദമ്പതികളുടെ വീടിനു മേലെയാണ് സമീപത്ത് നിന്നിരുന്ന കൂറ്റൻ വയൽവേങ്ങ മരം പതിച്ചത്. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. മേപ്പാടി പഞ്ചായത്ത് 5-ാം വാർഡിലാണ് സംഭവം. ജോലി സ്ഥലത്തായിരുന്ന മനോജ് കാറ്റും മഴയും തുടങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ഭാര്യ സഹോദരിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ വിളി വന്നതറിഞ്ഞ് ഭാര്യ സീത 6 മാസം പ്രായമായ കുഞ്ഞിനെയും എടുത്ത് ചേച്ചി ഗീതയുടെ വീട്ടിലെത്തിയ ഉടനെയാണ് മരം പൊട്ടി വീടിന് മേൽ വീണത്. സീതയും കുഞ്ഞും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. വിത്തുകാട് ജലദുർഗ കാവിനോട് ചേർന്നാണ് ഇവരുടെ വീട്. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് ഗീത പറയുന്നു. അനിയത്തിയും കുട്ടിയും ഇവൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി നേരത്തേന് അവൻ്റെ അനിയന് ഒരു ഫോൺ കോൾ വന്നതാണ്. ആ ഫോൺ കോളിൽ വീട്ടിലേക്ക് ഓടി വന്നത്. വാതിലടച്ച് തിരിഞ്ഞതും ഇതായി മരം പൊട്ടി വീണു. 2008 വിത്തുകാട് ഭൂസമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മനോജും ഭാര്യയും ഇവിടെ എത്തിയത്. തകര ഷീറ്റ് മേഞ്ഞ വീടിനുള്ളിലുണ്ടായിരുന്ന കട്ടിൽ, മിക്സി, കിടക്കകൾ, പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റൗ എല്ലാം തകർന്നടിഞ്ഞു. ഒന്നും അവശേഷിച്ചിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ കോട്ടപ്പടി വില്ലേജ് ഓഫീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം വിവരമറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മനോജ് പറയുന്നു.
എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് മരം പൊട്ടി വീണിട്ടുണ്ട്, വീടിൻ്റെ മേലെ കൂടിയാണ് വീണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടി പിടിച്ചോടെ വന്ന് രാത്രിയായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി, പഞ്ചായത്ത് പോയി, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി. ഫോറസ്റ്റ് ഓഫീസിൽ പോയ ഉടനെ തന്നെ സാർമാർ വന്ന് നോക്കി വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൂലിപ്പണിക്കാരനായ മനോജിൻ്റെ എല്ലാ സമ്പാദ്യവും നശിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കാൻ അടിയന്തരമായി രംഗത്ത് വരണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. ഇവിടെ സ്ഥിരതാമസക്കാരാണ് അവരോട് കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി പെട്ടെന്ന് ഇവർക്കുള്ള സഹായങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനിറങ്ങി പാക്കം പാറപ്പള്ളിയിൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ ഒരു ഭാഗം തകർത്തു. വീടിനുള്ളിലായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ തലയിൽ ഓടുവീണ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം പാക്കം വനത്തിൽ നിന്നിറങ്ങിയ ഒറ്റയാനാണ് വീട് തകർത്തത്. പരിക്കേറ്റ കൃഷ്ണൻകുട്ടിയെ പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളായി കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങളായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. 300-ൽ പരം വീട്ടമ്മമാരാണ് സമരത്തിൽ പങ്കെടുത്തത്. ഈ മാസം 8-നകം പണം വിതരണം ചെയ്യുമെന്ന് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉറപ്പു നൽകിയിരുന്നു. പണം വിതരണം ചെയ്യാൻ ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഒരാഴ്ചയ്ക്കകം പണം വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്നും പണം ലഭിക്കാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമരപരിപാടിയുമായി സഹകരിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. PS ശിവൻ, ജോബി കാരോട്ടുകുന്നേൽ, CP വിൻസെന്റ്, മനോജ്, പ്രതീഷ് ബിന്ദു, ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 12-നകം പണം വിതരണം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിൽ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സമരസമിതി നേതാക്കളായ PN ശിവൻ, ജോബി കാരോട്ടുകുന്നേൽ എന്നിവർ പറഞ്ഞു. ജില്ലാ പ്രോജക്ട് കോർഡിനേറ്ററാണ് തൊഴിലുറപ്പ് കൂലിയുടെ അവസാന വാക്ക് ജില്ലയിൽ പറയുന്നത്. അദ്ദേഹവുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നടത്തിയിട്ടും സംസ്ഥാന ഡയറക്ടറെ നേരിട്ട് ജില്ലാ കളക്ടർ വിളിച്ചു. പക്ഷേ അവരൊക്കെ തന്നെ ഈ പണം എന്ന് കിട്ടുമെന്നുള്ള ഒരു ധാരണ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഓരോ അക്കൗണ്ട് നമ്പറിലേക്കും ഡൽഹിയിൽ നിന്നാണ് പൈസ അയക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ പണം കിട്ടുന്നതിന് വേണ്ടി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് ഉപവാസ സമരവും. വയനാട് വിഷൻ, പുൽപ്പള്ളി. ഒടുവിൽ സുമനസുകളുടെ സഹായത്താൽ ചോരാത്ത വീട്ടിൽ തേറ്റമല പുതുക്കോടൻ പാത്തുമ മുല്ലയിമ സഹോദരിമാർക്ക് ഇനി അന്തിയുറക്കം. വേനൽമഴയിൽ വീട് തകർന്ന ദുരിതം നേരിടുന്ന സഹോദരിമാരെക്കുറിച്ച് വയനാട് വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വെള്ളമുണ്ടയിലെ യുവദന്ത ഡോക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഷമീറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജിൽ പഠിച്ച ഡോക്ടർമാരുടെ വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് തകർന്ന ചുമരുകൾ പുനർനിർമ്മിച്ചതും മേൽക്കൂര നിർമ്മിച്ചതും. വളരെ വീട് വന്ന് നോക്കി വീടൊക്കെ അവർ നന്നാക്കി തന്നതുകൊണ്ട് വളരെയേറെ സന്തോഷമായി. അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ സന്തോഷമായി. ആ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിപ്പോൾ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. നീലഗിരിയിലെ മുതുമല തെപ്പക്കാട് ആന വളർത്തൽ കേന്ദ്രത്തിൽ ആനസവാരി ആരംഭിച്ചു. ആനകൾക്ക് സുഖചികിത്സയുടെ ഭാഗമായി 1.5 മാസത്തോളം ആനസവാരി നിർത്തിവെച്ചിരുന്നു. നിരവധി സന്ദർശകർ മുതുമലയിൽ ആനസവാരിക്കായി എത്തി. കഴിഞ്ഞ 48 ദിവസങ്ങളായുള്ള ആനകളുടെ സുഖചികിത്സാ വിശ്രമകാലം ഇന്ന് സമാപിച്ചു. ചൂടും ഭക്ഷ്യക്ഷാമവും രൂക്ഷമാകുന്ന സമയത്ത് പഴങ്ങളും ലേഖ്യങ്ങളും ധാതുലവണ മിശ്രിതങ്ങളും നൽകി ആനകളുടെ ആരോഗ്യം പരിപാലിക്കും. ഈ കാലത്ത് പൂർണ്ണ വിശ്രമമാണ് ആന വളർത്തൽ കേന്ദ്രത്തിലെ 24 ആനകൾക്ക്. ഫെബ്രുവരി 23 മുതലായിരുന്നു ആനകളുടെ വിശ്രമകാലം ആരംഭിച്ചത്. വിശ്രമകാലം കഴിഞ്ഞ് ഇന്നു മുതൽ ആരംഭിക്കുന്ന ആനസവാരിക്കായി നിരവധി സന്ദർശകരെത്തിയിട്ടുണ്ട്. വിശ്രമകാലാരംഭം പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങളോടെയായിരുന്നു. തമിഴ്നാട്ടിൽ ഈ മാസം 18-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സമാപന ചടങ്ങ് വളരെ ലളിതമായിരുന്നു. ഇന്നു മുതൽ സന്ദർശകർക്ക് സവാരിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് മുതുമലയിലെ ഗജവീരന്മാർ. വയനാട് വിഷൻ, ചീരാൽ. യാത്രക്കാരുടെ മനസ്സലിയിച്ച് ഇരുകൈകളും നഷ്ടപ്പെട്ട കുരങ്ങൻ. ബത്തേരി മൈസൂർ റോഡിൽ മുത്തങ്ങ തകരപ്പാടിയിലാണ് ഇരുകൈകളും നഷ്ടപ്പെട്ട കുരങ്ങനുള്ളത്.
കഴിഞ്ഞ കുറച്ചു വർഷമായി മുത്തങ്ങ തകരപ്പാടിയിലെത്തുന്നവർക്ക് ഈ കാഴ്ച കാണാം. ഇരു കൈകളും മുട്ടിനു താഴെ വെച്ച് നഷ്ടപ്പെട്ട കുരങ്ങനെ. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞ കുറച്ചു വർഷമായി ഈ കുരങ്ങൻ തകരപ്പാടിയിൽ എല്ലാ ദിവസവും എത്താറുണ്ടെന്ന് ഇവിടെ ഹോട്ടൽ നടത്തുന്ന മോഹനൻ പറയുന്നു. ഇരു കൈകളും ഇല്ലാത്തതിനാൽ ഇരു കാലുകളിലും നിവർന്നാണ് നടത്തം. കൈകൾ നഷ്ടപ്പെട്ടതിനാൽ മറ്റു കുരങ്ങുകളെ പോലെ വേഗത്തിൽ ഓടി നടന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ ഇവന് കഴിയുന്നില്ല. അതിനാൽ തന്നെ യാത്രക്കാർ ഈ കുരങ്ങിന് കൈയിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്നതും പതിവ് കാഴ്ചയാണ്. അതേസമയം ഇരു കൈകളും ഇല്ലെങ്കിലും മറ്റു കുരങ്ങുകളെ അപേക്ഷിച്ച് ഇവൻ തന്നെയാണ് കൂട്ടത്തിൽ വില്ലനെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. നമ്മൾ കാണാൻ തുടങ്ങിയ മുതൽ ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള ഇങ്ങനെ പെറുക്കി തിന്ന് പിന്നെ ഇവിടെയുള്ള വരുന്ന ടൂറിസ്റ്റുകൾ ഭക്ഷണം കൊടുക്കും. അതേപോലെ തന്നെ കടകളിൽ നിന്ന് അങ്ങനെ കഴിക്കും. അങ്ങനെയാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി. നഗരസഭാ പരിധിയിൽ ചെരുപ്പ് തുന്നുന്നവർക്ക് ഏകീകരിച്ച പുനരധിവാസ മേഖല നൽകിയ സംസ്ഥാനത്തെ ആദ്യ നഗരസഭയായി മാനന്തവാടി. ദേശീയ നഗര ഉപജീവന മിഷനിലൂടെ നഗരദരിദ്രരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തി ദാരിദ്ര്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരപരിധിയിലെ വഴിയോര കച്ചവടക്കാർക്കിടയിൽ നടത്തിയ സർവേയിൽ അർഹരായ വിവിധ മേഖലകളിൽ കച്ചവടം ചെയ്യുന്ന 217 പേർക്കാണ് ഇതുവരെയായി തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുള്ളത്. വർഷങ്ങളായി മഴയും വെയിലുമേറ്റ് റോഡരികിൽ ചെരുപ്പ് റിപ്പയറിംഗ് നടത്തിയിരുന്ന 11 പേർക്കാണ് ഏകീകരിച്ച പുനരധിവാസ മേഖല സജ്ജീകരിച്ചിരിക്കുന്നത്. നീലയും വെള്ളയും കളറിൽ ഇവർക്കുള്ള ഷെഡുകൾ സജ്ജീകരിച്ചു. തിരിച്ചറിയൽ കാർഡുകളും നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ NUML ആണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ജില്ലാ കുടുംബശ്രീ മിഷനാണ് ഇതിന്റെ നോഡൽ ഏജൻസി. 12 അംഗങ്ങളെ 4 പേരടങ്ങുന്ന 3 ഗ്രൂപ്പുകളായി തിരിച്ച് 50,000 രൂപയാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി അനുവദിച്ചിട്ടുള്ളത്. ചെരുപ്പ് തുന്നുന്നവർക്ക് വൃത്തിയുള്ള അന്തരീക്ഷവും സുരക്ഷിതത്വവും ഒരുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് NUML കോർഡിനേറ്റർ ജമാൽ പറഞ്ഞു. പ്രത്യാശാ സ്കീം വഴി അവർക്ക് ഓരോരോ ഗ്രൂപ്പുകൾക്ക് 50,000 രൂപ വെച്ചിട്ട് ഒരു പ്രത്യാശാ സ്കീം വഴി ഒരുക്കി കൊടുത്ത സജ്ജീകരണമാണ് ഇത്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ചെരുപ്പ് തുന്നുന്നവർക്ക് ഇത്തരത്തിലൊരു വൃത്തിയായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലൊരു ഷെഡ് നിർമ്മിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി തട്ടുകടകൾ ഏകീകരിച്ച് മാനന്തവാടി നഗരസഭ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വയനാട് വിഷൻ, മാനന്തവാടി. കാട്ടിക്കുളത്ത് യുവതിയെ പീഡിപ്പിച്ച സംഭവം യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് പാണാപ്പുഴ പാലക്കവളപ്പിൽ ശരത്ലാലിനെ തിരുനെല്ലി പോലീസ് പിടികൂടിയത്. കണ്ണൂർ പരിയാരത്ത് വെച്ചാണ് SI രജീഷും സംഘവും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാനന്തവാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. MR ജിതിൻ, ജെയിംസൺ, ബേബി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. യവനാർകുളം കാരാക്കട ബെന്നിയുടെ മകൻ ആദർശ് ബെന്നിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം മുതിരേരിയിൽ ആദർശ് ഓടിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ആദർശ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചെന്നൈയിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ്. കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് മാനന്തവാടി ജനമൈത്രി എക്സൈസ് സ്ക്വാഡും ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടെ മാനന്തവാടി താലൂക്കിൽ വരൾച്ച കെടുതിയാൽ ബുദ്ധിമുട്ടുന്ന വിവിധ ആദിവാസി കോളനികളിൽ ശുദ്ധജല വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടു. ഹ്യൂമാനിറ്റി ഫസ്റ്റ് വയനാട് ജില്ലാ കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. പരിപാടി മാനന്തവാടി ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N. രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കൊല്ലിയിൽ കൃഷ്ണൻ നമ്പ്യാർ മാസ്റ്റർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. തങ്കമണി അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ M. ചന്ദ്രൻ മാസ്റ്റർ അനുശോചന പ്രഭാഷണം നടത്തി. PJ ആന്റണി, KC മൈൻ ഹാജി, ബാഹുലയൻ, A. ജോണി, M. മുരളി മാസ്റ്റർ, മംഗലശ്ശേരി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളമുണ്ട യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറി ഹാളിൽ പരിപാടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജോജിൻ T. ജോയ് ഉദ്ഘാടനം ചെയ്തു. T. അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കൗൺസിൽ അംഗം K. ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. കമ്പ അബ്ദുള്ള, മഹേഷ്, മമ്മൂട്ടി ചമയം തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ മുജീബിനെ പ്രസിഡന്റായും J. യേശുദാസ് MS-നെ സെക്രട്ടറിയായും ഇബ്രാഹിം മണിമ ട്രഷററായും പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ.
റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ UDF കഠിന പരിശ്രമത്തിൽ. വോട്ട് ചോദിക്കും മുൻപ് വയനാട്ടുകാരോട് രാഹുൽ മാപ്പ് ചോദിക്കുമോ? ലഘുലേഖയുമായി 1 ലക്ഷം LDF പ്രവർത്തകർ വീടുകൾ കയറും. LDFും UDFും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളെന്ന് തുഷാർ വെള്ളാപ്പള്ളി. വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് AHP. മേപ്പാടി വിത്തുകാട് ഭൂസമര കേന്ദ്രത്തിൽ മരം വീണ വീട് തകർന്നു. ചെരുപ്പ് തുന്നുന്നവർക്ക് ഏകീകൃത പുനരധിവാസ മേഖല. മാനന്തവാടി നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയായി. മുത്തങ്ങയിൽ 18,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പെരുമ്പാവൂർ സ്വദേശി സുബൈർ കസ്റ്റഡിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.